എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ആളുകൾ നമ്മുടെ വീഡിയോ നന്നാവുന്നുണ്ട്, പ്രൊഡക്റ്റിനെ കുറിച്ച് എന്താ പറയുക. ഇപ്പോൾ ഇന്നലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കളർ കോസ്മെറ്റിക്സിൻ്റെ കാണിച്ചപ്പോൾ എല്ലാ പ്രൊഡക്റ്റും കൂടി ഒറ്റയടിക്ക് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു. അത് അത്ര ഈസി അല്ല, കാരണം അത്രത്തോളം പ്രൊഡക്റ്റ് റേഞ്ച് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു സെഗ്മെൻറ്റിലുള്ള പ്രൊഡക്റ്റ് വെച്ച് കാണിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു, അറിയുന്നു, അത് താല്പര്യമാണെന്നൊക്കെ അറിഞ്ഞതിൽ വലിയ സന്തോഷം. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഷോപ്പും നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളൊരു വഴി കൂടിയാണ് നമ്മൾ ഈ തുടങ്ങിയിരിക്കുന്ന യൂട്യൂബ് ചാനൽ. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ അതിൽ നമ്മളുടെ MRPയും നമ്മളിവിടെ വിൽക്കുന്ന റേറ്റും ഒക്കെ കൂടി പറയുന്നുണ്ട്. ഞങ്ങൾക്കങ്ങനെ ഒളിച്ചു വയ്ക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളിലും ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, അപ്പോൾ നിങ്ങൾ തുടർന്ന് നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള സപ്പോർട്ടും തുടർന്നും ഞങ്ങൾക്ക് നൽകുക. മെഷീൻ നമ്മുടെ ഫ്ലാറ്റ് അയണിൻ്റെ കുറേ 1-2 പ്രൊഡക്റ്റുകളെ കുറിച്ച് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ പലരും എന്നോട് ചോദിച്ചിരുന്നു, കുറച്ച് വില കുറഞ്ഞ പ്രൊഡക്റ്റുകൾ ഒന്ന് കാണിക്കാമോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ, ഏറ്റവും വില കുറഞ്ഞ പ്രൊഡക്റ്റ് ഏതാണ്. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കൂടുതൽ എനിക്ക് തോന്നുന്നു സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ് ആളുകളെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ളതിൽ കുറച്ച് കുറഞ്ഞ അഫോർഡബിളായ ഫ്ലാറ്റ് അയൺസ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എല്ലാ മെഷീനും നിങ്ങൾക്ക് 1 ഇയർ ഗ്യാരണ്ടി ഉണ്ടാവും നമ്മുടെ ഭാഗത്തു നിന്ന്. അതിൻ്റെ MRP പ്ലസ് അതിൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് കൂടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഞാൻ മെഷീൻ ചോദിക്കുന്ന ആളുകൾക്കുള്ള അഫോർഡബിളായിട്ടുള്ള ഒരു 3-4 മെഷീൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒപ്പം തന്നെ വേറൊരു മെഷീൻ കൂടി ഞാൻ അതിൻ്റെ കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് മെഷീൻ്റെ അടുത്തേക്ക് പോവാം. അവിടെ ചെന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിച്ചു നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് കൂടി പലരും എന്നോട് ചോദിക്കുന്നുണ്ട്. ഹോട്ട് ബ്രഷ് എന്താ പറയുക, നമ്മുടെ ഒരു ഹോട്ട് ബ്രഷ് എന്ന് പറഞ്ഞിട്ട് സ്മൂത്തനിങ് ചെയ്യാനായിട്ടുള്ളൊരു മെഷീൻ കൂടി ചോദിക്കുന്നുണ്ട്. അതുകൂടി ഞാൻ പരിചയപ്പെടുത്തി തരാം. അത് ആക്ച്വലി കൊണ്ടുപോയ പലരും മോശം അഭിപ്രായം പറഞ്ഞൊരു സാധനമാണ്. അതുകൊണ്ട് ഞാൻ റിവ്യൂവിലേക്കൊന്നും കടക്കുന്നില്ല, എന്നാലും അതുകൂടി നമുക്ക് പരിചയപ്പെടുത്താം. അപ്പോൾ ഇത്രയേറെ മെഷീനറീസ് നിങ്ങൾ നോക്കിക്കോളൂ, ഇവിടെ ഇരിപ്പുണ്ട്. അതിൽ നിന്ന് ഏറ്റവും കുറച്ച് മെഷീൻസ് നിങ്ങളെ പരിചയപ്പെടുത്താം. കമ്പനി ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെയൊരു സംഭവം കുറേ ആളുകൾ എന്നോട് നല്ലതാണോ, ഇതുണ്ടോ, എനിക്ക് തൽക്കാലം ഒരു പാർട്ടിക്ക് പോകുമ്പോൾ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ അനുഭവത്തിൽ കൊണ്ടുപോയി പലരും പറഞ്ഞെടുത്തോളം ഇതൊരു അട്ടർ ഫെയിലിയറായ പ്രൊഡക്റ്റാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ മെഷീൻ വെച്ചിട്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു റിസൾട്ടും ഒരു കാരണവശാലും കിട്ടില്ല. നമുക്ക് കോമൺ സെൻസ് കൊണ്ട് തന്നെ ചിന്തിച്ചറിയാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്നൊരു ഹീറ്റ് വരും. ആ ഹീറ്റ് വെച്ചിട്ട് നമ്മുടെ മുടിയുടെ ജസ്റ്റ് ഒന്നൊരു ഹീറ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ആ ഹീറ്റ് നിലനിൽക്കുന്നിടത്തോളം മുടി ചിലപ്പോൾ ഒന്ന് ചെറുതായിട്ട് നിവർന്നേക്കും. പക്ഷേ അത് എനിക്ക് തോന്നുന്ന ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ അത് പഴയ കണ്ടീഷനിലേക്ക് വരും. അതുകൊണ്ട് എൻ്റെ അനുഭവത്തിൽ കണ്ടിടത്തോളം ഇനിയിപ്പോൾ ഇതിൻ്റെ ഏത് ബ്രാൻഡായാലും ഈ ഒരു പ്രോഡക്റ്റ് കസ്റ്റമറുടെ പലരുടെ അഭിപ്രായ പ്രകാരം അത്രത്തോളം നിങ്ങൾക്ക് ഉപകരിക്കുന്ന, നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. അത് 1100 രൂപയ്ക്കാണ് ഈ സാധനം വിൽക്കുന്നത്. ഇതിൻ്റെ കുറച്ചുകൂടി കുറഞ്ഞ ടൈപ്പൊക്കെയാണ് 700 രൂപയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൊണ്ടുപോയി പലരും പറഞ്ഞു, ചേട്ടാ അതത്ര പോരാ എന്ന്. എനിക്ക് നിങ്ങളിത് കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്കിത് ഉപയോഗിച്ചിട്ട് ഇഷ്ടപ്പെട്ടു, ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ എന്താണോ എക്സ്പെക്റ്റ് ചെയ്ത ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്കൊന്ന് നോക്കാം. ഒരു അഫോർഡബിൾ റേറ്റിലുള്ള അയണിങ് മെഷീൻസ്, ഫ്ലാറ്റ് അയൺ. അതിൽ ഒന്നാമത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ ഒരു മെഷീനാണ്. ഹെയർ ആൻഡ് ക്രാഫ്റ്റ് ക്ലാസിക് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസിലുള്ള മെഷീനാണ് HNK ഹെയർ ആൻഡ് ക്രാഫ്റ്റ്. ഓക്കെ, ഈ മെഷീൻ പ്രത്യേകിച്ച് എന്താ പറയുക, ഇതിൻ്റെ പ്രത്യേകതകളൊന്നും പറയാനില്ല. ഇതിൽ അവർ പറഞ്ഞിരിക്കുന്നത് നെഗറ്റീവ് അയോൺസ് പുറപ്പെടുവിക്കുന്ന ഒരു മെഷീനാണ്. അറിയാലോ, ഞാൻ ഇതിനു മുമ്പുള്ള ഒട്ടനവധി മെഷീനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഹെയറിനെ കുറിച്ചും പറഞ്ഞ വീഡിയോസിൽ എന്താണ് നെഗറ്റീവ് അയൺസ് എന്നും അത് ഹെയറിൽ എങ്ങനെ എഫക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള വീഡിയോകൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൻ്റെ പഴയ വീഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ നെഗറ്റീവ് അയൺസ് ഉള്ളത് കൊണ്ട് തന്നെ ഹെയറിന് കൂടുതൽ ഫ്രിസ്നെസ് കുറയുകയും അതേപോലെ തന്നെ കൂടുതൽ നല്ലൊരു ഷൈനിങ് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. 30 സെക്കൻഡിനുള്ളിൽ തന്നെ ഇതിൻ്റെ മാക്സിമം ഹീറ്റായ 230 ഡിഗ്രിയിലേക്ക് ഈ മെഷീൻ്റെ ഹീറ്റ് എത്തും. പിന്നെ 360 ഡിഗ്രിയിൽ ടേൺ ചെയ്യാവുന്ന രീതിയിലുള്ള കേബിൾ അറേഞ്ച്മെൻറ്റ്സ് ആണ് അതിൽ വെച്ചിരിക്കുന്നത്. ഗ്യാരണ്ടി കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് മെഷീൻ. പ്ലേറ്റ് വൈഡ് ടൈറ്റാനിയം പ്ലേറ്റ് ഫോർ ബെറ്റർ കൺട്രോൾ. യെസ്, അതായത് നമ്മുടെ പ്രൊഫഷണൽ
മെഷീനിലുള്ള എല്ലാവിധ ഫീച്ചേഴ്സും അവർ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്ലേറ്റ് ഫ്ലോട്ടിംഗ് ആണ്. നമ്മൾ മുടിയുടെ നമ്മൾ സ്ട്രാൻഡ് എടുക്കുന്ന സമയത്ത് കുറച്ച് കനം കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ പ്ലേറ്റ് ഫ്ലോട്ടിംഗ് ആണ്. കുറച്ച് നമുക്ക് മുന്നിലേക്ക് കയറ്റി പിടിക്കുന്ന അതിനുള്ള സൗകര്യമുണ്ട്. ഒപ്പം ഇവിടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ള ഓഫും ഓണും പ്ലസ് ഓഫ് ഓണും അതിൽ നിന്ന് ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനുള്ളൊരു ഓപ്ഷനും ഒരൊറ്റ സിംഗിൾ സ്വിച്ചിൽ കൊടുത്തിട്ടുണ്ട്. കേബിള് ഓൾമോസ്റ്റ് 2 മീറ്റർ നീളം വരുന്ന കേബിളുണ്ട്. ഒപ്പം തന്നെ നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ ഇവിടെ അതിൻ്റെ ലോക്കുണ്ട്. മെഷീൻ നമുക്ക് ലോക്ക് ഇപ്പോൾ ട്രാവലിംഗ് ഒക്കെ പോകുന്ന സമയത്ത് പലർക്കും എന്താ കുഴപ്പം ചെയ്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വിടർന്നിട്ട് എന്തെങ്കിലും കൂടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഒരു ലോക്കുണ്ട്. ആ ലോക്ക് വെച്ചിട്ട് നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞാൽ മെഷീൻ വളരെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഇരുന്നു. അതുപോലെ തന്നെ ഈ കേബിള് നിങ്ങൾക്ക് 360 ഡിഗ്രി ആംഗിളിൽ അത് ടേൺ ചെയ്യണതിനെ കൊണ്ട് തന്നെ കേബിള് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കുറവാണ്. ഇതിൻ്റെ വില കമ്പനി പറഞ്ഞിരിക്കുന്നത് 2750 രൂപ MRP ആണ്. മിഡാസിൻ്റെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 2340 രൂപയ്ക്ക് ഈ മെഷീൻ വിത്ത് 1 ഇയർ ഗ്യാരണ്ടിയോടുകൂടി നിങ്ങൾക്ക് കിട്ടും. ഹെക്ടർ പ്രൊഫഷണലിൻ്റെ ആ ഇതിൽ തന്നെയുള്ള HT03 എന്ന് പറയുന്ന മെഷീനാണ്. ഏതാണ്ട് എനിക്കൊരു മെഷീൻ കണ്ടപ്പോൾ ഏതാണ്ട് ഇതിലും കുറച്ചുകൂടി വില കൂടുതൽ വരുന്നതും എന്നാൽ ഇതേപോലെ തന്നെയുള്ള മെഷീൻ വേറൊരു കമ്പനിയിൽ കൂടി ഉണ്ട്. ഇതിൻ്റെ ടെമ്പറേച്ചർ സെറ്റിങ്സ് 120 ഡിഗ്രി സെൽഷ്യസ് ടു അതായത് 120 മുതൽ 230 വരെയുള്ള ചൂട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാലോ ഈ ടെമ്പറേച്ചർ കൺട്രോൾ എത്രത്തോളം എസെൻഷ്യലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ മുടി 3 തരത്തിലാണ് നമ്മൾ പൊതുവേ സ്റ്റൈലിസ്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ പറയുമ്പോൾ അതിനെ തിരിച്ചുണ്ടാവുക. തിന്ന്, മീഡിയം, അതുപോലെ തിക്ക് ഹെയർ. ആ തരത്തിലുള്ള ഹെയറുകളിൽ തിന്ന് ഹെയറാണ് എങ്കിൽ നമ്മൾ 230 ഡിഗ്രി തന്നെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടിയുടെ അകത്തേക്ക് ചൂടെത്തുകയും മുടി ഡാമേജ് ആവാനും അതുവഴി പൊട്ടിപ്പോകാനും ഫ്രിസ്നെസ് ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ മുടി ഈ പറഞ്ഞതുപോലെ 3 തരത്തിലുള്ളത് കൊണ്ട് ആ മുടിയുടെ ടെമ്പറേച്ചറിനനുസരിച്ച് വളരെ തിന്നായിട്ടുള്ള ഹെയർ ആണെങ്കിൽ, ഫൈൻ ഹെയർ ആണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും 230 ഡിഗ്രി ഇട്ടിട്ട് നമ്മൾ മുടി സ്ട്രെയിറ്റൻ ചെയ്യുകയോ അല്ലെങ്കിൽ അയൺ ചെയ്യുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മുടി ഡാമേജ് ആകും ഉറപ്പാണ്. അതുകൊണ്ട് എപ്പോഴും നിങ്ങളുടെ മുടിയുടെ സ്വഭാവം അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ. അതുകൊണ്ട് നിങ്ങൾ എപ്പോൾ എടുക്കുന്ന മെഷീനാണെങ്കിലും മുടിയുടെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ 1 ഇയർ വാറണ്ടി കമ്പനിയുടെ ഹെക്ടർ എന്ന് പറയുന്ന കമ്പനി തന്നെ നൽകുന്നുണ്ട്. റബ്ബറൈസ്ഡ് ഹാൻഡിൽ ഫോർ ഗ്രേറ്റർ ഗ്രിപ്പ്, അതായത് റബ്ബറൈസ്ഡ് ആയിട്ടുള്ള ഹാൻഡിലായ കാരണം കൊണ്ട് നിങ്ങൾക്ക് പിടിക്കുമ്പോൾ തെന്നി പോകാനും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. കുറച്ചുകൂടി നല്ല ഗ്രിപ്പ് കിട്ടും. കേബിൾ സെയിം റൊട്ടേറ്റ് ചെയ്യുന്ന ടൈപ്പാണ്. ഓക്കെ. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ ഉള്ളിൽ ഇവരൊരു പറഞ്ഞിരിക്കുന്നത് പാറ്റേൺ 60 മിനിറ്റ് സേഫ്റ്റി, അതായത് 60 മിനിറ്റോളം മെഷീൻ സപ്പോസ് നിങ്ങളിപ്പോൾ ഒരു ക്ലയൻറ്റിനെ ചെയ്തു, പെട്ടെന്ന് തിരക്ക് കാരണം കൊണ്ട് ബ്രൈഡിനെ ചെയ്തു, അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബ്രൈഡിനെ ചെയ്ത സമയത്ത് തിരക്ക് കാരണം കൊണ്ട് പെട്ടെന്ന് അത് ഓണാക്കാതെ അങ്ങനെ തന്നെ വെച്ചിട്ട് പോയി. പക്ഷേ അവർ പുറത്തേക്ക് പോയി ഇത് ഓഫ് ചെയ്യാൻ മറന്നുപോയി. ഇതിന് ചൂടായി കത്ത് പിടിക്കുന്ന അവസരം കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റീമേഴ്സിലും അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പാർലറുകൾ കത്തി പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 60 മിനിറ്റോളം ഇതേ അവസ്ഥയിൽ തന്നെ ചൂടായി നിങ്ങൾ ഇനി അഥവാ മറന്ന് വെച്ചിട്ട് പോയി കഴിഞ്ഞാലും ഇത് ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആവും. അത് ഇവർ പറയുന്ന പേറ്റൻ്റ് ഉള്ളതാണെന്നാണ് പറയുന്നത് ഇവരുടെ ആ ഒരു സിസ്റ്റത്തിന്. ഇതാണ് 45 വാട്ട്സ് മുതൽ 65 വാട്ട്സ് വരെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നത്. മെഷീൻ ഞാൻ കാണിച്ചു തരാം. സൈലൻറ്റ് പാക്കിംഗ് ആണ്. അത് ഗ്യാരണ്ടി കാർഡ്, അതുപോലെ നമ്മൾ കമ്പനിയുടെ ആ മെഷീനെ കുറിച്ചുള്ള ഓൾമോസ്റ്റ് ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മേടിച്ച് കഴിഞ്ഞാൽ വായിച്ച് മനസ്സിലാക്കുകയും കാര്യങ്ങൾ ചെയ്യാൻ പാകത്തിനുള്ള ഒരു ഡീറ്റെയിൽ. സെറാമിക് പ്ലേറ്റാണ്. ഓൺ ഓഫ് സിസ്റ്റം ഇതിൽ തന്നെയാണ് ഓണും ഓഫും ചെയ്യാനുള്ള സിസ്റ്റം. ഇതിന് ഞാൻ നേരത്തെ കാണിച്ച പോലത്തെ ഒരു ലോക്കിംഗ് സിസ്റ്റം ഇതിനില്ല. പക്ഷേ കേബിള് നമുക്ക് 360 ഡിഗ്രി ആംഗിളിൽ ടേൺ ചെയ്യിച്ചാലും കുഴപ്പമൊന്നുമില്ല. നല്ല ക്വാളിറ്റിയിലുള്ളൊരു കേബിൾ സംവിധാനമുണ്ട്. ഇതാണ് റബ്ബറൈസ്ഡ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്യുമെന്ന് മനസ്സിലാവില്ല. പക്ഷെ നമുക്കിത് ആദ്യം പിടിച്ച മെഷീനേക്കാളും പിടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ റബ്ബറൈസ്ഡ് ആയിട്ടുള്ള ഇതിലേക്ക് പെട്ടെന്ന് മറ്റുള്ള മെഷീൻ്റെ പോലെ ചൂട് പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. കുറച്ചുകൂടി നമുക്ക് സേഫ്റ്റി ആയിട്ട് പിടിക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ തന്നെ ക്വാളിറ്റി ചെക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള മെഷീനാണ്. 2999 രൂപ അതാണ് ഇതിൻ്റെ റേറ്റ്. പക്ഷേ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 2399 രൂപയ്ക്കാണ് മിഡാസിൽ വന്ന് മേടിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മിഡാസിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ നൽകുന്ന റേറ്റ്.
സ്റ്റോർലൻ എന്ന് പറഞ്ഞിട്ട് ഒരു മെഷീൻ. ഞാൻ ഏറ്റവും അഫോർഡബിളായ കുറച്ച് അയൺ മെഷീൻ കാണിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ കാണിച്ചതാണ്. ഇതിൻ്റെ വില വരുന്നത് 2200. നമുക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് 1700 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ മെഷീൻ ലഭിക്കും. ഇവിടെ മിഡാസിൽ നിന്ന് 1700 രൂപയ്ക്ക്. എന്നെ സംബന്ധിച്ച് ഞാൻ ഈ മെഷീൻ നോക്കിയിട്ട് 1700 രൂപയ്ക്ക് ഒന്നും പറയാനില്ല. ആർക്കും അങ്ങനത്തെ ഒരു കുറഞ്ഞ മെഷീൻ മേടിക്കണം എന്നുണ്ടെങ്കിൽ വിത്ത് 1 ഇയർ ഗ്യാരണ്ടിയിൽ എല്ലാവിധ അതിൻ്റെ ഫീച്ചേഴ്സും അവർ ഇതിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മേടിക്കാൻ കഴിയുന്ന ഒരു മെഷീനാണ്. നല്ല ഡിസൈൻ, നല്ല കേബിളുണ്ട്, ഏകദേശം 2 മീറ്ററോളം. ഈ പറയുന്ന പോലെ തന്നെയുള്ള എല്ലാ ഫെസിലിറ്റി ഉണ്ട്. സെറാമിക്കിൻ്റെ കോട്ടിംഗ് ആണ്. ഓൺ ഓഫ് ഈ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഞാൻ പലപ്പോഴും ഈ 1780 രൂപ മറ്റാണ്. ഓക്കെ, ആ ഒരു റേഞ്ചിൽ പലപ്പോഴും നമ്മൾ യൂട്യൂബിലൊക്കെ പല ആളുകളും റെക്കമെൻഡ് ചെയ്യുന്ന മെഷീൻ വെച്ചിട്ട് 100% നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു മെഷീനാണ്. ഞാനിത് പിടിച്ച് നോക്കിയിട്ട് തന്നെ നല്ലൊരു കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലൊരു മെഷീനാണ്. ഈ പറഞ്ഞ റേറ്റിന് എനിക്ക് തോന്നണില്ല ഇത്രയും നല്ലൊരു മെഷീൻ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കമ്പനിയുടെ വേറെ ഉണ്ടാവുമെന്നുള്ളത്. ഇതിന് 1700 സംതിങ് റുപ്പീസാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരിക. 1 ഇയർ കമ്പനിയുടെ ഗ്യാരണ്ടി കൂടിയുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. പലരും എന്നോട് വളരെ കുറഞ്ഞ റേറ്റിലുള്ള കുറച്ച് മെഷീൻസ് ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് അഫോർഡബിളായ റേഞ്ചിലുള്ള കുറച്ച് ഫ്ലാറ്റ് അയൺസ് അല്ലെങ്കിൽ നമ്മളുടെ അയണിങ് മെഷീൻ പരിചയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു 3 മെഷീൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പറയുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറ്റുമെങ്കിൽ ഷെയർ കൂടി ചെയ്യുക. ഇത്രയും മെഷീൻ്റെ ഉള്ളിൽ ഞാൻ വളരെ പാടുപെട്ടിട്ടാണ് ഏറ്റവും കുറഞ്ഞ 2-3 മെഷീൻസ് കണ്ടത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുമ്പോഴേക്ക്